എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നടുവിൽ മാറത്തു പൊൻകച്ചയാണിഞ്ഞു യേശുവേ, മാറത്തു പൊൻകച്ചയാണിഞ്ഞു കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശൈലിയിൽ നമുക്ക് പാട്ട് പാടാം. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ദൈവത്തിന്റെ രൂപവും ഭാവവും നമ്മുടെ ജീവിതത്തിലാകുവാൻ തക്കണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്കറിയാമല്ലോ, യേശു തൻ്റെ എല്ലാ ഡിഗ്നിറ്റിയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ നേടിയത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് യോജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ നമ്മളുടെ സുഹൃത്തുക്കളോട് നമ്മളുടെ ഡിഗ്നിറ്റിയെ, നമ്മളുടെ ആ ഒരു ബഹുമാനത്തെ നമുക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കയ്പുകളും മാറ്റിവെച്ചുകൊണ്ട്, നമ്മളുടെ എല്ലാ ആ പ്രതാപങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, നമ്മളുടെ എല്ലാ അധികാരങ്ങളും ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, സ്വർഗത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആ മുഖം, ദൈവത്തിൻ്റെ സ്വഭാവത്തോട് യോജിക്കുവാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ഡിഗ്നിറ്റി അല്ല, എന്നാൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തിയാണ് നമ്മുടെ മുമ്പിൽ വളരുന്നത്. അങ്ങനെയാണെങ്കിൽ നാം നമ്മളുടെ റൈറ്റ്സിനെ എല്ലാം ഉപേക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം വളരുവാനിടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വളരുവാനിടെ, ദൈവത്തിൻ്റെ രാജ്യം വളരുവാനിടെ. അതുകൊണ്ട് മാത്രമാണ് യേശു നമുക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്ന് ഇവിടെ മരിച്ച് ദൈവത്തിന് നമ്മളെ കാണുവാൻ തക്കോണം ദൈവത്തിൻ്റെ സകല ദൈവത്വത്തെയും മാറ്റിവെച്ചു. നമ്മളുടെ റൈറ്റ്സിനെ പലപ്പോഴും നമ്മൾ മാറ്റിവെച്ചില്ല എങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജയിക്കുവാൻ സാധിക്കും. പക്ഷേ ക്രിസ്തീയ രാജ്യം അതങ്ങനെയുള്ളതല്ല, ക്രിസ്തീയ വേൾഡ് വ്യൂ അങ്ങനെയുള്ളതല്ല. നമ്മുടെ റൈറ്റ്സിനെ അല്ല അവിടെ ആവശ്യം, മറിച്ച് ആ പരലോകം, ദൈവത്തിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആമേൻ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും ആദ്യനും
യേശു തൻ്റെ ആ മഹത്വത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ കാരണം തൻ്റെ സകല ഈ ലോകത്തിലുള്ള ദൈവത്വവും മാറ്റിവെച്ചു. സകല റൈറ്റ്സും ദൈവം മാറ്റിവെച്ചു. സകലതും മാറ്റിവെച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് മനഃപൂർവ്വം ക്ഷമിക്കുക. ദൈവത്തിൻ്റെ രാജ്യം വളരുന്നതിന് തക്കവണ്ണം നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന സകലതും ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മളെയും മഹത്വപ്പെടുത്തും. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആ പക്വത, ദൈവത്തിൻ്റെ ആ സ്വഭാവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള ആ ഹൃദയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ആരാധന, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനുള്ള ആ ഒരു സാധ്യത നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടും. നമുക്ക് അടുത്ത പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുവാൻ്റെ പാടാം. ദൈവം നമ്മളെ സഹായിക്കും. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ആമേൻ ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, നിന്നെക്കാൾ വഴുതുവാനിടവന്നില്ല. ആമേൻ, എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി, നിന്നെക്കാൾ വഴുതുവാനിടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ആമേൻ ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിലച്ചതല്ല. ഏതോ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ഹല്ലേലൂയ, നമ്മുടെ ആയുസ്സെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിരുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റവൻ തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ആമേൻ, ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ആമേൻ, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. 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 നമ്മുടെ യേശു ജീവിക്കുന്നതിനാണ് നാമം ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ജീവിതം